ബ്രോ അകത്തോയി കാണ് സൂര്യ തിരിച്ചു വന്ന് നടുപ്പിൻ നായകൻ തിരിച്ചു വന്നിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല ബ്രോ, കാരണം കണ്ണ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. 13 കൊല്ലത്തെ കാത്തിരിപ്പാണ്. ഇതാ കാണ്, കേക്ക് ഫാൻസുകാർ ഒന്നും പറയില്ല ബ്രോ. അടിപൊളി പടം. ഇതേപോലെ ഇനി ലൈനപ്പിട്ട് പോയി കഴിഞ്ഞാൽ സൂര്യ പഴയ ആ ഒരു ഫോമിൽ അതിനെ കാട്ടി അപ്പുറം സൂര്യ തിരിച്ചു വന്നിരിക്കും. എന്തായാലും സന്തോഷമുണ്ട്. ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ ഒരു 13 കൊല്ലത്തെ കാത്തിരിപ്പാണ്. സന്തോഷമുണ്ട്. ഒന്നും പറയില്ല ബ്രോ, പോയി പടം കാണാം. എന്തായാലും അയൺ സിംഗം ആ ട്രാക്കിലോട്ട് തിരിച്ചു വരും. എന്തായാലും തിരിച്ചു വരുമെന്നല്ല, തിരിച്ചു വന്നു. അതാണ് ഇതാ കാണുന്നത്. ലവ് ട്രാക്ക് അതൊരു സ്റ്റോറി പറഞ്ഞു പോകണല്ലോ. ലവ് ട്രാക്ക് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, വോറുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനൊന്ന് മെച്ചം. നമ്മൾ അകത്ത് കാണുന്ന നടുപ്പിൻ നായകന്റെ തിരിച്ചു വരവ്. അങ്ങനെ ആരെന്നുള്ളത് എന്തെന്നുള്ളത് അവിടെ കണ്ടിട്ടുണ്ട്. ഒന്നും പറയല്ല, ഭയങ്കര ഹിറ്റായിരിക്കും. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് കാണണം. സൂര്യയുടെ ഒരു കംബാക്ക് ആണത്. പിന്നെ പോയി കണ്ടോ. എടുത്തു പറയുന്നത് സിനിമയ്ക്കകത്തുള്ളത് കാർത്തിക് സുബ്രാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അല്ലെങ്കിലും അറിയാം. പേട്ട സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ടൈപ്പ് പടം, മാസം. ഓക്കെ, നല്ല പടം ചേട്ടാ, അടിപൊളി പടം. എടുത്തു പറയുന്നത് ഇഷ്ടപ്പെട്ടത് എല്ലാം കൊള്ളാം. മേക്കിംഗ് ആയാലും എല്ലായാലും കഥയായാലും നല്ല കറക്റ്റ് റെട്രോ പടം. കൊള്ളാം, നൈസ് പടം. കിൻഡലിടി അത് തന്നെ. സന്തോഷം ആരാണ് അറിയാലോ. പിന്നെ സുബ്രാജിന്റെ പടമാണ്. പിന്നെ സൂര്യ, പിന്നെ തീർച്ചയായും. പിന്നെ സൂര്യയ്ക്ക് വേണ്ടി വല്ല മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ പെർഫോമർ ആരാ? സൂര്യയാണല്ലോ. കയ്യിൽ കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ലേ, വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, സൂപ്പർ. വളരെ നല്ല പടമായിരുന്നു. കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുന്ന ഒരു വാക്കിന് മീനിങ് തന്നെയായിരുന്നു പടം. നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ടൈപ്പിലെ പടം ആണെങ്കിലും സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ശൈലിയും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജിഗർദണ്ഡ ഡബിൾ ഡീലക്സ് നോക്കുന്ന പോലെ അതിലും പുള്ളി ഇപ്പോൾ ലോറൻസിനെ യൂസ് ചെയ്ത് ലോറൻസിൻ്റെ ശൈലിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സൂര്യയുടെ അൾട്ടിമേറ്റ് സൂര്യ എന്ന് പറയുന്ന ഒരു പെർഫോമറിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നല്ല മ്യൂസിക് ഉണ്ട്. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് സിനിമയിലും അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു നമ്മളിപ്പം മാസ് മസാല പടം എന്ന് പറയാനില്ല, ഇത് റൊമാൻറ്റിക് പടം പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ അൾട്ടിമേറ്റ് പുള്ളിക്കാരൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴൊക്കെ ഉള്ളൊരു സാധനം, കുറച്ച് ഗൂസ് ബം സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. പിന്നെ നല്ലൊരു ആക്ഷൻ പടവുമാണ്. നല്ല ആക്ഷനും ഉണ്ട് എന്ന് പറയാം. ആക്ഷൻ പടമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും കാണാൻ പറ്റും. ആ സൂപ്പറായിരുന്നു. കൊള്ളാം, നല്ല പടം, നല്ല മൂവി സൂപ്പർ. കൊള്ളാം, സൂപ്പറായിരുന്നു. നല്ല മൂവി പടം കൊള്ളാം, നല്ല പടം. കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പടത്തിൽ പറയാം? കുഴപ്പമില്ല, ആവറേജ്. കുഴപ്പമില്ല, എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ടത്? കൊള്ളാം, നല്ല സിനിമ. ഷാനയുടെ BGM അല്ലേ. കാർത്തിക് സൂര്യൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. കാർത്തിക് സുബ്രാജ് തിരിച്ച് കൊണ്ടുവന്നു അങ്ങനെ. കാരണം ഒന്നുമില്ല, ഒരു മറുപടി ആയിരിക്കും സിനിമ. തീർച്ചയായും വെറൈറ്റി സ്റ്റൈല്. എല്ലാവരും അഭിനയം കിട്ടില്ല, ഒന്നും പറയാനില്ല. അണ്ണൻ്റെ നല്ലൊരു കംബാക്കാണ് തിരിച്ചത്.